പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് വളരെ വിജയകരമായ രീതിയിൽ തന്നെ പൂർത്തിയായി. മധുരയിൽ വെച്ചുള്ള ഈ സമ്മേളനത്തിൽ CPIMന്റെ ജനറൽ സെക്രട്ടറിയായി മലയാളി കൂടിയായ MA ബേബിയെ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരിക്കുന്നല്ലോ. ആരാണ് MA ബേബി? ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ദാർശനിക, സംഘടന, ഭരണ നേതൃത്വം ഒരുപോലെ വഹിച്ച് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി പദത്തിലേക്ക് കേരളം സംഭാവന ചെയ്ത സഖാവ് EMSന്റെ പിൻഗാമിയായി സഖാവ് MA ബേബി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ആഹ്ലാദകരമാണ്. ലോക മാർക്സിസ്റ്റ് തത്വചിന്തകന്മാരെ ബേബിയെ പോലെ ഇത്രമേൽ വായിച്ചവരിൽ വിരലിലെണ്ണാവുന്നവർ വളരെ കുറവാണ്. അത്രയധികം വായനാശീലമുള്ള സഖാവാണ് സഖാവ് MA ബേബി. അറിവും സഹിഷ്ണുതയും വിനയവും ജീവിത ലാളിത്യവും സമന്വയിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സഖാവ് MA ബേബി. സാർ എന്നല്ല, സഖാവ് എന്ന് വിളിക്കപ്പെടാൻ എപ്പോഴും ഇഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ പരന്ന വായനയും കലാ സാംസ്കാരിക പ്രവർത്തനവും കൈമുതലാക്കിയ പൊതുപ്രവർത്തകൻ, നല്ല കേൾവിക്കാരൻ, എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഉറ്റ സുഹൃത്ത്, പാർട്ടി പ്രവർത്തകർക്ക് പ്രിയപ്പെട്ടവൻ, എതിർ രാഷ്ട്രീയ ചേരിയുള്ളവർക്ക് പോലും സുസമ്മതൻ. നമുക്കറിയാം, ഏകദേശം 40 വർഷത്തോളം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖല ഡൽഹിയിലാണ്. ഡൽഹിയിലുള്ള ഒട്ടുമിക്ക വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായും നേതാക്കന്മാരുമായും വളരെ നല്ല അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, വിവിധ ലാംഗ്വേജുകളിൽ സംസാരിക്കാൻ കഴിവുള്ള, എന്തുകൊണ്ടും CPIMന്റെ ജനറൽ സെക്രട്ടറി ആവാൻ യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് സഖാവ് MA ബേബി. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മളെല്ലാവരും വായിച്ചു കേട്ടിട്ടുള്ളതാണ്. സ്വന്തം വീട് ഉപേക്ഷിച്ച് തന്റെ ജീവിതം രാഷ്ട്രീയത്തിനായി മാറ്റിവെച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് അദ്ദേഹം. 1954 ഏപ്രിൽ 5 കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്താണ് സഖാവ് MA ബേബി ജനിച്ചത്. പിതാവ് അലക്സാണ്ടറും മാതാവ് ലില്ലിയും. ബെറ്റി ലൂയിസ് ആണ് നല്ല പാതി. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാണ് ബെറ്റി ലൂയിസ്. മകൻ കൊല്ലം SN കോളേജിൽ പഠനം. അതുപോലെ തന്നെ അശോക് ബെറ്റി സെൻസൺ ആണ് അദ്ദേഹത്തിന്റെ മകൻ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കൊല്ലം SN കോളേജിൽ പഠനം പൂർത്തിയാക്കി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായി. SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ്, സെക്രട്ടറി, CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിലെല്ലാം സഖാവ് ബേബി തന്റെ നേതൃപാടവും തെളിയിച്ചിട്ടുണ്ട്. 2006 കുണ്ടറയിൽ നിന്ന് ജയിച്ച് DS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യമായി അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 2006 അത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ചാണ്. അന്ന് വളരെയധികം ഭൂരിപക്ഷം വോട്ടുകൾക്ക്, 1,00,000-ലധികം ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾക്ക് അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുകയും DS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 2011 നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 മുതൽ 1998 കാലയളവിൽ തുടർച്ചയായി 12 വർഷം കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി, രാജ്യസഭാ അംഗം എന്നീ പദവികളിലിരുന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി അദ്ദേഹം നിറവേറ്റി. സ്വന്തമായി വീടില്ലാത്ത സഖാവ് MA ബേബി പാർട്ടി നൽകിയ ചിന്തയുടെ ഫ്ലാറ്റിലാണ് ഇപ്പോഴും താമസിക്കുന്നത് എന്നുള്ളത് അവിശ്വസനീയമാണ്. ഏതൊരു പാർട്ടി പ്രവർത്തകനും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീടില്ല. ഇപ്പോഴും അദ്ദേഹം താമസിക്കുന്നത് ചിന്തയുടെ ഫ്ലാറ്റിലാണ് എന്നുള്ളത്. ഫിഡൽ കാസ്ട്രോ ഉൾപ്പെടെയുള്ള ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി MA ബേബിക്കുണ്ടായിരുന്ന സൗഹൃദം സുയുക്തമാണ്. ഗ്രന്ഥരചയിതാവായ അദ്ദേഹം നോം ചോസ്കിയെ കുറിച്ചും ലോക യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ശ്രദ്ധേയമാണ്. എണ്ണമറ്റ കൃതികൾക്ക് അവതാരിക എഴുതിയ MA ബേബി സമകാലികളിൽ എഴുതിയിട്ടുള്ള
ഈടുറ്റ ലേഖനങ്ങൾ വായനക്കാർക്ക് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് അനുഭവങ്ങൾ അനിർവചനീയമാണ്. നിരവധി ഗഹനമായ പുസ്തകത്താളുകളിലൂടെ കണ്ണും മനസ്സും വായിച്ച എം.എ. ബേബി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെപ്പോലൊരാളുടെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ ചരിത്രസന്ധിയിലാണ് CPIM-ന്റെ അമരത്തേക്ക് വരുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ വർത്തമാന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാത ഏറെ ദുഷ്കരമാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നിരുന്നാലും RSSും സംഘപരിവാറും മറ്റു വർഗീയ ശക്തികളും ഉയർത്തുന്ന ഭീഷണികളെ വിജയകരമായി തരണം ചെയ്യാൻ എം.എ. ബേബിയുടെ നായകത്വത്തിൽ CPIM-ന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വെച്ച് നടന്ന CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയെന്നും നമുക്കൊന്ന് നോക്കാം. പിണറായി വിജയൻ, ബി രാഘവബാബു, എം.എ. ബേബി, തപൻസൻ, നിലോത്പൽ ബാസു, M.D. സലീം, A. വിജയരാഘവൻ, അശോക് ദാവല, രാമചന്ദ്ര ഡോമെ, M.E. ഗോവിന്ദൻ മാസ്റ്റർ, വി ശ്രീനിവാസറാവു, സുബരക്ഷ് തലൂക്കർ, ഇഷ്ഫാഖ് റഹ്മാൻ, ലല്ലൻ ചൗധരി, അവധേഷ് കുമാർ, പ്രകേഷ് വിപ്ലവൻ, മുഹമ്മദ് യൂസുഫ് കിഗാമി, CK ശ്രീമതി, EP ജയരാജൻ, തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, P സതീദേവി, CS സുജാത, ജസ്വീന്ദർ സിംഗ്, സുഖീന്ദർ സിംഗ് ഷെയ്ഖോട്ട്, അമര റാം, K ബാലകൃഷ്ണൻ, U വാസുകി, P സമ്പത്ത്, P ഷൺമുഖൻ, P വീരേന്ദ്രൻ, ജിതേന്ദ്ര ചൗധരി, ഹരിലാൽ യാദവ്, ശ്രീദീപ് ഭട്ടാചാര്യ, സഞ്ജയ് ചക്രവർത്തി, അബ്ബാസ് റോയ് ചൗധരി, ഷാമിഖ് ലോഹിരി, സുമിത് ദേവ്, ദബ്ലീന ഹെംബർ, K ഹേമലത, രാജേന്ദ്ര ശർമ്മ, S പുയാവതി, മുരളീധരൻ, അരുൺകുമാർ, ബിജോ കൃഷ്ണൻ, മറിയം ദേവുലെ, AR സിന്ധു, KR കറുമലയ്യൻ, KN ഉമേഷ്, വിക്രം സിംഗ്. അതുപോലെ പുതുതായി കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അനുരാഗ് സക്സേന, HI ഭട്ട്, പ്രേംചന്ദ്, സഞ്ജയ് ചൗഹാൻ, K പ്രകാശ്, TP രാമകൃഷ്ണൻ, പുത്തളത്ത് ദിനേശൻ, സലീഖ, അജിത് നൌല, വിനോദ് നിക്കോള, സുരേഷ് പനിർഘാവ്, കിഷൻ പരീഖ്, N ഗണേഷ് കുമാർ, ജോണി ബേഴ്സ്ലി, S വീരേന്ദ്രൻ, ദേവദത്ത ഘോഷ്, സെയ്ദ് ഹുസൈൻ, കൊന്നക്കോഗി ഗോവേഷ്, മീനാക്ഷി മുഖർജി, സമൻ പത്തക്, मैनी देव, नरेश जामत, राधन बोविंक, कृष्ण रागेश, लोकनाथन, K बालचंद्रन, K उमादेवी, T ज्योति, राजेंद्र सिंह नेगी, സൈബുദു വിൻസൻ തുടങ്ങിയ പ്രവർത്തകരെയാണ് CPIM-ന്റെ 85 ആളുകളെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും നന്ദി, നമസ്കാരം.